ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോസി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, അതായത് ഷംജീദിനെ സപ്പോർട്ട് ചെയ്ത ഒരു കുരിപ്പ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെതിരായിട്ട് റിയാക്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതാരാ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി നിങ്ങൾ കുറിപ്പിനെ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വോയിസ് ഒന്നുമില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് വോയിസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഒത്തിരി പേര് ഇവനെ റിലേറ്റ് ചെയ്തിട്ട് എന്താ പറയുക, റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം അവനത്ര പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. ഓക്കെ, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറയട്ടെ, അവന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ കേരളത്തിലുള്ള വേണ്ടത്ര കുറേ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റീവ്സൊക്കെ, അതായത് കാരണം ഈ പാവം ഷംജിദ മേഡത്തിന് ജീവിക്കാൻ പറ്റാണ്ടായി, ഇങ്ങനെ ഒളിവിൽ പോവേണ്ടതായിട്ട് വന്നു. ആ കുട്ടി എന്ത് ചെയ്തു? ആ കുട്ടിക്കുണ്ടായ ഒരു പ്രശ്നം, അതായത് പ്രോബ്ലം, അത് വീഡിയോ എടുത്ത് പബ്ലിക് ഇട്ടതാണോ? അതിന് ഞാൻ പ്രൗഡ് ചെയ്യുന്നു. ആ പെൺകുട്ടി അങ്ങനെ കാണിച്ചതുകൊണ്ട് ഞാൻ പ്രൗഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൻ കടന്നിട്ട് വിളമ്പെന്ന്. അത് കേട്ടിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കണു. എന്നിട്ട് പറയാ, അയാളെപ്പോലുള്ള ഒരാള്, ഒരുത്തൻ, അവൻ ചത്തത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്, അവനൊക്കെ ചാവണം എന്നൊക്കെയാണ് ഈ അലവരാതി കുരിപ്പ് പറയണത്. മനസ്സിലായില്ലേ? അതൊക്കെ കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റണില്ല. അതുപോലെ അവൻ പറയാണ്, എന്താ, ആ വീഡിയോ കണ്ടാൽ അറിഞ്ഞൂടെ, അത്ര ക്ലാരിറ്റി ആയിട്ട് ആ വീഡിയോയിലുണ്ട് അയാള് ഈ പറഞ്ഞ ഷംജിദേനെ ഇങ്ങനെ തൊട്ട് ഉരസുന്നതൊക്കെ. എടാ പൊട്ട കണ്ണാ, നിന്റെ 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 ആ മറ്റേ ഷംജിതയുടെ കണ്ണിക്കൂടി നീ ആ ഫൂട്ടേജ് കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ തോന്നുള്ളൂ. മനസ്സിലായില്ലേ? ബാക്കിയുള്ളവർ പൊട്ടന്മാരും മണ്ടന്മാരും പൊട്ടക്കണ്ണന്മാരും ഒന്നുമല്ല. മനസ്സിലായില്ലേ? അവന്റെ ചടപ്പീര് ഞങ്ങളത് പൊട്ടന്മാരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എടാ, ഞങ്ങൾക്ക് കണ്ണുണ്ട്. നോർമലായിട്ട് ഒരാൾ ബാച്ച് ചെയ്യുന്ന പോലെ ഞങ്ങളത് കണ്ടത്. ആ വീഡിയോയിൽ 1% പോലും ആ മനുഷ്യന് ഒരു തെറ്റ് ചെയ്തതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ലല്ലോ. എടാ, സാമാന്യ ബുദ്ധിയുള്ള, ഞാൻ പറഞ്ഞെ, ഈ കേരളത്തിൽ തന്നെ ഒരു 85% ആൾക്കാരും ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളവരാണ്. അതായത് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് എന്താ പറയുക, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്ക്, അതായത് സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് ആ വീഡിയോ കണ്ടാൽ അറിയാം അവൾ നന്നായിട്ട് മെനക്ക് എഡിറ്റ് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്തതെന്ന്. മനസ്സിലായില്ലേ? അവൾ കുറേ നേരമായിട്ട് എടുത്ത വീഡിയോ ആണത്. പക്ഷെ അവൾ അപ്ലോഡ് ചെയ്തപ്പോൾ അവൾ നല്ല വൃത്തിയിൽ, അതായത് സ്ലോ മോഷൻ കാണിക്കുന്നിടത്ത് സ്ലോ മോഷനും കാണിച്ച്, അല്ലാത്ത കണ്ട് എല്ലാം കാണിച്ചിട്ടൊക്കെയാണ് അവൾ ആ വീഡിയോ ഇട്ടത്. മനസ്സിലായില്ലേ? അവള് ആ വീഡിയോ ആ വീഡിയോയിലുള്ളതും അവൾ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അവൾ പറയുന്നത് എന്താ, ഞാൻ കുറേ നേരമായിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ അയാൾ ഒന്നും റിയാക്ട് ചെയ്തില്ല, പിന്നെ അവസാനം ബസ്സിൽ നിന്ന് ഇറങ്ങാറായപ്പോൾ എന്നെ ഇങ്ങ് തോണ്ടി. കണ്ടടി, ഞങ്ങളതൊക്കെ കണ്ടായിരുന്നടാ. നീ അവളുടെ കണ്ണിക്കൂടി കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് നീ സോഷ്യൽ മീഡിയയിലോട്ട് പറയാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് എന്താ അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എന്നിട്ട് അവള് പിന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ചോദ്യം ചെയ്തു, അവള് എന്നെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. ഇവള് ചോദ്യം ചെയ്യുന്നതോ ഈ ചേട്ടൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുന്നൊന്നും ആ വീഡിയോയിലൊന്നും കാണാനില്ലല്ലോടി. എന്നാ അതും കൂടി നിനക്ക് ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യായിരുന്നല്ലോ. എടാ കുറച്ച്, എടാ പറയുമ്പോ എന്തേലുമൊക്കെ പറയാ. കുറഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെ.
ഇങ്ങനെ ഇതിനി ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ വീഡിയോ ഇടും, ഞാനൊന്ന് റിയാക്ട് ചെയ്ത് വീഡിയോ ഇടാടാ. മനസ്സിലായില്ലേ? നിനക്ക് എന്താ പറയാനുള്ളത്? ഇവൻ പറഞ്ഞ വീഡിയോയ്ക്ക് ആരും റിയാക്ട് ചെയ്താലും അവനൊരു ചുക്കില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞേ. നിനക്കൊന്നും ഇല്ലെന്ന് നിന്റെ വീഡിയോ കണ്ടാൽ അറിയാം. മനസ്സിലായില്ലേ? നീ അവളുടെ ബാക്കിയാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇവനും ട്രാവൽ ചെയ്യുന്ന എന്താ വണ്ടിയിൽ നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ പെണ്ണുങ്ങളാണേലും ആണുങ്ങളാണേലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവന്റെ അടുത്ത് പോലും പോയി നിന്നേക്കരുത്. മനസ്സിലായി? അവളുടെ ബാക്കിയാണ് ഇവന്. മനസ്സിലായില്ലേ? ഇനി ഇവളെങ്ങാനും വല്ല ട്രെയിനിങ് കൊടുത്ത് വിട്ടിട്ട് ഇട്ടേക്കുന്നതാണോ നീ തന്നെ അറിയാം. അതായത് മോനെ ഞാന് എന്നെ പോലീസുകാരൊക്കെ പിടിച്ചു കഴിയുമ്പം എനിക്ക് വേണ്ടി വാദിക്കാൻ നീ ഒന്ന് പുറത്തിറങ്ങണേ എന്നൊക്കെ പോലെ ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു നിനക്ക്. കേട്ടോ, നിനക്ക് നാണമുണ്ടോ? ഇവൻ ഇത്രയും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് പറയാം, ഇതുപോലെ സമാനമായിട്ടുള്ള വേറെ കുറേ പ്രശ്നങ്ങൾ, അതായത് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവന് വേറെ വീഡിയോസൊക്കെ ആ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ആ വീഡിയോസൊക്കെ റിയൽ ആയിട്ടുള്ള വീഡിയോ. അതായത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുറേ പേര് ഇങ്ങനെ പെണ്ണുങ്ങളെ ശല്യം ചെയ്തിട്ട് അവർ റിയാക്ട് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അത് കണ്ട നമുക്കറിയാം അത് റിയൽ ആയിട്ടുള്ളതാണ്. ഇത് റിയലും അല്ലെന്ന് നമുക്കറിയാം. നമ്മ മണ്ടന്മാരല്ല. ഓക്കെ. ഇതും കൂടി കൂട്ടിക്കൊഴിക്കാൻ നീ നിൽക്കണ്ട. അതിനിടയ്ക്ക് അവൻ എക്സാമ്പിളും കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുന്നു. നിനക്ക് അത്രയ്ക്ക് കുരു പൊട്ടിട്ടിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് അവിടെ പോയി ജയിലിൽ പോയി കിടക്കുക നീ. നിന്നെ സൂക്ഷിക്കണം. ഇവനെ നോട്ട് ചെയ്തോ. ഇവൻ ട്രാവൽ ചെയ്യുന്ന ആ പരിസരത്ത് പോലും പെണ്ണുങ്ങളോ ആണുങ്ങളോ പോകാൻ പാടില്ല. ഇനി ഇവനായിരിക്കും അടുത്ത വീഡിയോ ഇടുന്നത്. പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞാണ്ടല്ല നിക്കില്ല. ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി വേറൊരു വീഡിയോ ഇട്ടാണ്. അതായത് നമ്മുടെ ഷംജിത്തയുടെ ഇത്താന്നല്ല കേട്ടോ ഞാൻ വിളിച്ചേ, ഷംജിത്ത. അവളെ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇടാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു, എന്നിട്ട് അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കണ്ടോളൂ. നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് കണ്ടു എന്ന് വിചാരിച്ചു. അത് നമ്മുടെ ആൾക്കാരൊക്കെ എത്രത്തോളം
നമ്മുടെ ദീപക് എന്ന് പറയുന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവൾക്കെതിരായിട്ട് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ആ വീഡിയോ ക്ലിപ്പിൽ തന്നെ കാണാൻ പറ്റും. ആൾക്കാരൊക്കെ മീൻസ് അതിൻ്റെ ഓഡിയോ ഞാൻ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് വിഷ്വൽ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അതിൽ ആള് പർദ്ദ ഇട്ടിട്ടുണ്ട്. അത് കണ്ണ് മാത്രം, ബാക്കി എല്ലാം അവിടെ കവർ ചെയ്തിട്ടുണ്ട്, മാസ്ക് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അവിടെ റീൽസ് ഞാൻ കണ്ട്, അതിലൊന്നിലും ഇവളീ പറഞ്ഞ പോലെ ഈ മുഖം ഫുള്ള് കവർ ചെയ്തിട്ടുള്ള കാര്യമായിട്ടില്ല. ഇവളീ തെറ്റ് ചെയ്തിട്ട് എന്തിന് ഇവളിത് മുഖം മറച്ചു പിടിക്കുന്നു? ഞങ്ങൾ ക്രിസ്ത്യൻസും ഞങ്ങൾ ഷോളൊക്കെ ഇട്ട് പള്ളിയിൽ പോവാറുണ്ട്. അതായത് മുസ്ലിംസിന് പരിശുദ്ധമായിട്ടുള്ളൊരു ഡ്രസ്സാണ് ഈ പർദ്ദ, തലയിലിടുന്ന ഷോള് ഇതെന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ഇവളിതെല്ലാം മറച്ചു വെച്ചിട്ട് നടക്കേണ്ട ഒരാവശ്യമില്ല. അതെന്താ, ആ വസ്ത്രത്തെ നീ അപമാനിക്കുകയാണോ? ഒന്ന് പൂടി. എന്തിനു മാസ്ക് വെച്ച് നടക്കുന്ന നീ? പിന്നെ വേറൊരു കാര്യം, ഇവള് പയ്യന്നൂര് പോയി, ഇവളെ കല്യാണം കഴിപ്പിച്ചിട്ടേക്കുന്നത് മലപ്പുറത്ത് അരീക്കോട് ഭാഗത്തേക്കാണ്. ഇവള് എന്തിനാണ് ഈ പയ്യന്നൂര് പോയേക്കുന്നത്? അവിടെ എന്താ അവള് ആരിയിരിക്കുന്നത്? ഇവൾ ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാന്ന് നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കുറെ കേട്ടു. ഒത്തിരി യാത്ര ചെയ്യുന്നതാണ്, അതൊരു വേറെ ഫോറിൻ കൺട്രിയിലൊക്കെ ഇവള് പോയിട്ടുണ്ട് എന്നൊക്കെ, ട്രാവൽ ചെയ്ത ഒരാളാണ്. എപ്പോഴും ദുബായിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന ആളാണ്. ഇവൾക്ക് എന്താ ജോലി? കുറെ വീഡിയോ എടുക്കുന്നു, അല്ലാണ്ട് വേറെ എന്താ ജോലി? അവൾക്ക് സാലറി എന്നുണ്ട്, എത്രമാത്രം വരുമാനമുണ്ട്? ഇവളെന്തിനാ ഈ ട്രാവൽ ചെയ്യുന്നത്? എൻ്റെ പരമാവധി ഇവൾക്ക് എന്തെങ്കിലും ഈ മയക്കുമരുന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താൻ വേണ്ടിയാണോ ഇവിടെ ഈ ട്രാവൽ ചെയ്യുന്നതെന്നുള്ള സംശയമുണ്ട്. അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഫുള്ളായിട്ട് അവളെ അടിച്ച് A to Z പരിശോധിച്ചാൽ കുറേ കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവള് തന്നെ കുഴിച്ച കുഴിയിൽ അവള് തന്നെ വീണു, അത്രേ ഉള്ളൂ. അതിന് ഒരുത്തെയും സപ്പോർട്ട് ചെയ്ത് വരണ്ട. വന്നാ ഞാൻ റിയാക്ട് ചെയ്യും, അത് ഏതവനാണേലും ഏതവളാണേലും. മനസ്സിലായില്ലേ? മാമി ആ പാവം പിടിച്ച മനുഷ്യനെ ജീവൻ നശിപ്പിച്ചിട്ട് കൊലയ്ക്ക് കൊടുത്തിട്ട് ആള് ബിരിയാണി തിന്നാന് കുടുംബക്കാരുടെ വീട്ടിൽ പോയേക്കുമായിരുന്നു. അതായിരുന്നു ഗൈസ് ഞാൻ ആൾക്കാരുടെ മുന്നിൽ വരാണ്ടിരുന്ന, പോലീസിന് പിടി കൊടുക്കാണ്ടിരുന്നത്. അവൾക്ക് കുറച്ചും കൂടി ടൈം കിട്ടിയിരുന്നെങ്കിൽ, പോലീസുകാർ കൊടുത്തിരുന്നെങ്കിൽ അവള് ഇവിടെ സ്ഥലം വിട്ടുപോയനെ. മനസ്സാക്ഷിയില്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു, അതായത് ദൈവത്തിന്റെ ചെറിയ എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നു. അതാണ് ഈ കാലഘട്ടത്തിൽ തന്നെ ഈ ആവശ്യമില്ലാത്ത ഈ പിശാചിനും ഉണ്ടാവേണ്ട സാധനങ്ങൾ മനുഷ്യരൂപത്തിൽ ഇവിടെ വന്ന് പറന്ന് വീണേക്കുന്നത്. എല്ലാം ഈ കാലഘട്ടത്തിൽ തന്നെ. എന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയേക്കുന്നു വേറെ ഉരുപ്പ്. പോയി വല്ല പഠിക്കാൻ നോക്ക്. പിന്നെ എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല. ചിലക്കുന്ന ചിലപ്പ് കണ്ടാൽ എൻ്റെ ദൈവമേ, അടിന്നിങ്ങനെ അങ്ങോട്ട് തരിച്ചങ്ങ് വരും. അവരുടെ നാട്ടിൽ ആരും ഇല്ല ഇവനെ പറയുന്നില്ല. അപ്പോൾ എൻ്റെ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഞാൻ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്ര നേരം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് സൈനിങ് ഔട്ട്. ബൈ ബൈ.